So, in the last class, we discussed about this collective structure of what happens to an even nucleus. So, how the excited states behave. Okay. Today, we will discuss a little bit different properties of the nucleus. So, one is the nuclear vibrations. നമ്മൾ ഷെൽ സ്ട്രക്ചർ കംപ്ലീറ്റ് തീർന്നോ? ഷെൽ സ്ട്രക്ചർ കംപ്ലീറ്റ് തീർന്നല്ലോ. ഈ ഷെൽ സ്ട്രക്ചർ അപ്പൊ എന്താ എഴുതേണ്ടത്? എക്സ്ട്രാ ആയിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? ഷെൽ സ്ട്രക്ചർ എഴുതേണ്ടത് ഇവിടെ എഴുതി വയ്ക്കാം. അതായത് ഷെൽ സ്ട്രക്ചറിൻ്റെ നീഡ് ഷെൽ സ്ട്രക്ചറിൻ്റെ നീഡ് എന്ന് പറയുന്നത് മാജിക് നമ്പേർഡ് ന്യൂക്ലിയസ് വന്നിട്ട് സമയത്ത് ആ മാജിക് നമ്പേർഡ് ആയിട്ടുള്ള ന്യൂക്ലിയോൺസിനുണ്ടാകുന്ന സ്റ്റെബിലിറ്റി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ആൻഡ് വി നീഡ് എ പെർട്ടിക്കുലർ മോഡൽ ഫോർ ന്യൂക്ലിയസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മോഡലിൻ്റെ പൊട്ടൻഷ്യൽ ഇവാലുവേറ്റ് ചെയ്യുക. പൊട്ടൻഷ്യൽ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ആദ്യം 3 ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ വെൽ എഴുതാം, 3 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ എഴുതാം. എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഫോം ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അല്ലെ, ഒരു V0/1 - e⁻⁻, അങ്ങനെ ഒരു സാധനം ചൂസ് ചെയ്യില്ലേ, ഇൻ്റർമീഡിയറ്റ് പൊട്ടൻഷ്യൽ. അതിൻ്റെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഷെൽ മോഡലിനോട് മാജിക് നമ്പറിനോട് എക്സാക്ട്ലി മാച്ച് ചെയ്യുന്നില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പിൻ ഓർബിറ്റ് ഇൻറ്ററാക്ഷൻ പൊട്ടൻഷ്യൽ ചേർക്കുന്നത്. ഓക്കെ, അതും കൂടെ കഴിയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എനർജി ലെവൽസ് എക്സാക്ട്ലി മാച്ചിങ് വിത്ത് ദി മാജിക് നമ്പറിനോട് മാച്ച് ചെയ്യും. ഓക്കെ, സോ യു ക്യാൻ റൈറ്റ് ദി ഷെൽ സ്ട്രക്ചർ എഴുതാം, ഏതെങ്കിലും എഴുതാം, ആ ഷെൽ സ്ട്രക്ചർ വരയ്ക്കാം. ഓക്കെ, ഇനി അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് പറയാം, ന്യൂക്ലിയസിൻ്റെ പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്യാം. ദാറ്റ് ഈസ് ആംഗുലർ മൊമെൻറ്റം ആൻഡ് പാരിറ്റി ഡിഫൈൻ ചെയ്യാം. Then you can go for the magnetic moment and quadrupole moment ഡിസ്കസ് ചെയ്യാം. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ദി ആംഗുലർ മൊമെൻറ്റം ആൻഡ് പാരിറ്റി പറയുന്ന അത്ര അക്യുറസിയിൽ ആരെയും കിട്ടുന്നില്ല, മാഗ്നറ്റിക് മൊമെൻറ്റ് ആൻഡ് ക്വാഡ്രപ്പിൾ മൊമെൻറ്റ് കിട്ടില്ല. ബിക്കോസ് വി ഹാവ് ടേക്കൺ ആൻ എക്സ്ട്രീം പാർട്ടിക്കിൾ ഇൻഡിപെൻഡൻറ്റ് മോഡൽ എന്ന് അങ്ങനെ എന്തൊരു പേര് പറഞ്ഞില്ലേ, എക്സ്ട്രീം ഇൻഡിപെൻഡൻറ്റ് പാർട്ടിക്കിൾ മോഡലാണല്ലേ, എക്സ്ട്രീം ഇൻഡിപെൻഡൻറ്റ് പാർട്ടിക്കിൾ മോഡൽ ആണ് ചൂസ് ചെയ്തത്. ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി ദി ഡ്രോബാക്ക് ഓഫ് ദി ഷെൽ മോഡൽ. ആൻഡ് ദെൻ വി കൺസിഡർ ദി നൈബറിങ് പാർട്ടിക്കിൾസ് ഇൻ ദി ഷെൽ കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് പിന്നെ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ തന്നെ ഷെല്ലിൻ്റെ എസ് ആയി. ഓക്കെ, എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ കാര്യം അത് സിലബസിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഹെഡിങ് പറയുന്നില്ലല്ലോ. അത് ഇന്നലെ എന്നോട് സുപ്രിയ ചോദിച്ചു എക്സൈറ്റഡ് സ്റ്റേറ്റ്സില്ല, പഠിച്ചു വെച്ചേക്ക് ഒരു ചെറിയ പാരഗ്രാഫായിട്ട് സിലബസ് ചിലപ്പം റീഫർ ചെയ്ത് പോയത് കാണാം കേട്ടോ. ഈ ഷെൽ സ്ട്രക്ചറിന്റെ കൂട്ടത്തിൽ വരുന്നതാണോ? അല്ലല്ലോ, ഷെൽ സ്ട്രക്ചറിന്റെ കൂട്ടത്തിൽ വരുന്നതല്ല, എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് ആയിട്ട് തന്നെ വരുന്നതാണ്. ഷെൽ സ്ട്രക്ചർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് പറയാൻ പറ്റുന്നത്. ഒരെണ്ണത്തിൽ നിന്ന് മറ്റേക്ക് പോകുന്നത് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഷെൽ സ്ട്രക്ചർ. അപ്പം വേണമെങ്കിൽ ഒരു പാരഗ്രാഫായിട്ടോ അല്ലെങ്കിൽ ഒരു സെന്റൻസ് ആയിട്ടോ എഴുതാം. സോ നമുക്ക് അതിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ്സും ഇത് വെച്ചിട്ട് ഷെൽ സ്ട്രക്ചർ വെച്ചിട്ട് പറയാവുന്നതാണ്. ഷെൽ അഡ്വാൻറ്റേജസ്, അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഷെൽ സ്ട്രക്ചർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഫ്രെയിം ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, കമ്മിങ് ബാക്ക് ടു വൈബ്രേഷനിലേക്ക് വരട്ടെ. അടുത്ത പേജ് എഴുതാം, ഇതോട്ടിരുന്നോട്ടെ. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദിസ് nuclear vibrations. Okay, so തുടങ്ങുന്നത് എങ്ങനെയാണ്, ഇമാജിനിങ് a liquid drop vibrating at higher frequency we can get a good idea of the physics of nuclear vibrations. Okay, അപ്പോൾ ലിക്വിഡ് ഡ്രോപ്പ് മോഡലാണോ പഠിക്കാൻ? ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ ആണെന്നല്ല, ലിക്വിഡ് ഡ്രോപ്പിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന വൈബ്രേഷൻ റൊട്ടേഷനൊക്കെ പറയാം. ബട്ട് ഇറ്റ് ഹാസ് കണക്ഷൻസ്. അങ്ങനെ ലിക്വിഡ് ഡ്രോപ്പ് മോഡലൊന്നുമില്ല. ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ ബേസിക്കലി ശരിക്കും എന്താണ്, നമ്മൾ സെമി എംപിരിക്കൽ മാസ് ഫോർമുല വെച്ചിട്ട് പിന്നെ ആ ന്യൂക്ലിയസിൻ്റെ മാസ് ഡിസ്കസ് ചെയ്യുന്നു, ആ കാര്യങ്ങൾ പോകുന്നു. കാരണം സെമി എംപിരിക്കൽ മാസ് ഫോർമുല പറയുന്നത് ഈ വോളിയം എനർജി, സർഫസ് എനർജി, ദാറ്റ് എവറിത്തിങ് ഈസ് കണക്റ്റഡ് ടു എന്താ പറയുക, ന്യൂക്ലിയസിൻ്റെ ഷേപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ എന്ന് വിളിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ എന്തോ ഒരു പേരില്ല, എന്തോ ഒരു ഫോർമുല എന്ന് പറയുന്നത് നമ്മുടെ സെമി എംപിരിക്കൽ മാസ് ഫോർമുല തന്നെയാണ് കേട്ടോ. നിങ്ങൾ സിലബസിൽ എഴുതിയിട്ടില്ല, നമ്മളത് എവിടെയും പറഞ്ഞിട്ടില്ല.
സിലബസിൽ എന്തൊരു BW എന്ന് പറയുന്ന ഇതൊരു ഫോർമുലയെ പറ്റിയിട്ടുണ്ട്. ഞാനത് കേട്ടിട്ടുണ്ടാവില്ല. അത് നമ്മുടെ സെമി എംപിരിക്കൽ മാസ് ഫോർമുലേനെ വിളിക്കുന്ന പേരാണ്. സെമി എംപിരിക്കൽ മാസ് ഫോർമുലേനെ തന്നെ വിളിക്കുന്ന പേരാണ്. ഓക്കെ, ഞാൻ ചോദിച്ചതേ യൂണിറ്റ് 1-ലെ ചോദിച്ചത് ഇതൊക്കെ ഉള്ളതാണ്. ഏതിലാണ് എക്സൈറ്റഡ് ഇല്ലാത്തത്? ഓ, യൂണിറ്റ് 1-ലെ. ആ, ഓക്കെ ഓക്കെ, ശരി ശരി. പക്ഷെ അത് അത്ര കാര്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ലല്ലോ. ഇതിലുണ്ടല്ലോ, ഇതിൽ ഈ മറ്റേ ഒരു പെയറിലെ ഒരെണ്ണം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് മേളിലേക്കൊക്കെ പോവല്ലോ. അപ്പൊ ഈ 3/2 മൈനസ് ഒക്കെ എങ്ങനെ? ആ പാരിറ്റിയുടെ കാര്യം എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഈ D വരുമ്പോഴത്തേക്കും 2 അല്ലേ, -1/2 അല്ലേ? അപ്പൊ ഈ 3/2 മൈനസ് ഒക്കെ എങ്ങനെയാ വരുന്നത്? 3/2 മൈനസ് വരുന്നത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ലെന്നല്ലേ ടെക്സ്റ്റിലും പറയുന്നത്. അങ്ങനെയാണല്ലേ? യെസ്, നമുക്ക് ആദ്യത്തെ ആ 3 മാത്രം പറഞ്ഞാൽ മതി. 3/2 മൈനസ് വരുന്നതൊക്കെ അതിന്റെ ഇന്റേണൽ സ്പ്ലിറ്റിംഗ് ഒക്കെ വെച്ചിട്ടാണ്. കാരണം ഒരിക്കലും നമുക്ക് 3/2 മൈനസ് വരാൻ ചാൻസ് ആ മുകളിലേക്ക് പോകുമ്പോൾ ഇല്ല. അപ്പം താഴെ നിന്നുള്ള പിന്നെ പെയറുകളൊക്കെ സ്പ്ലിറ്റ് ആയിട്ട് പോകുന്നത് കൊണ്ടായിരിക്കാം ഈ 3/2 മൈനസ് വരുന്നതെന്നാണ് പറയുന്നത്. അബ്നോർമലി സ്പ്ലിറ്റിങ്സ് ഒക്കെ സംഭവിക്കാം. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദി എനർജി ഇറ്റ് അബ്സോർബ്സ്. മൈനസിനെ കുറിച്ച് എഴുതണമെന്നില്ല, അതിന് വരുമെന്നും മറ്റേന്റെ 3 റീസൺ എഴുതിയാൽ മതി. ഒരു 3 കോമ്പിനേഷൻ എഴുതുന്നില്ലേ നമ്മൾ, ഒരു പെർട്ടിക്കുലർ ഒരെണ്ണം കിട്ടാനുള്ളത്, അത്ര എഴുതിയാൽ മതി കേട്ടോ. ഓ, അപ്പൊ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഉണ്ട് അല്ലേ? ഇതുണ്ട്. ആ, ഓക്കെ ഓക്കെ. മറ്റേത് യൂണിറ്റ് 1-ലെ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഞാൻ അത്ര കാര്യമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ, ഉണ്ടോ? കുറച്ചേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അവിടെ കിടന്നോട്ടെ. ഓക്കെ, അപ്പം ഈ ന്യൂക്ലിയർ വൈബ്രേഷൻ. യെസ്, 3/2 മൈനസ് എന്ന് പറയുന്നത് സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞ എക്സാമ്പിളിൽ വന്നല്ലേ? അത് ആ പി സ്റ്റേറ്റ് അല്ലേ എന്തുവാ ഒരെണ്ണം എക്സ്ട്രാ വരുന്നേ, ഓഡ് ന്യൂക്ലിയർ വരുന്നേ. അപ്പോ അതുകൊണ്ടല്ലേ മൈനസ് വന്നത്, പാരിറ്റി -1/1 അങ്ങനല്ലേ? എന്റെ കയ്യിൽ ഇപ്പൊ ബുക്കില്ല, നോട്ടെ, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. പക്ഷേ നമ്മൾ ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ പഠിക്കുന്നില്ലേ? ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ തുടക്കത്തിലേ നമ്മൾ സംസാരിച്ചതാണ്. ലിക്വിഡ് ഡ്രോപ്പ് മോഡലിനെ ആ സെമി എംപിരിക്കൽ മാസ് ഫോർമുലയും അതിനോട് കണക്റ്റഡ് ആയിട്ട് എഴുതുന്നതിനാണ് ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ തുടക്കത്തിൽ ബൈൻഡിങ് എനർജിയുടെ എക്സ്പ്രഷനും അതുവഴി സെമി എംപിരിക്കൽ മാസ് ഫോർമുലയും ഉണ്ടാക്കിയില്ലേ? അത് തന്നെയാണ് ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ. അത് എൻ്റയർ ന്യൂക്ലിയസിന്റെ മാസിനെ അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഓക്കെ. അപ്പം ഈ ന്യൂക്ലിയർ വൈബ്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് we may have some access here. Okay, അപ്പോൾ ഇതിൽ ആക്ച്വൽ ന്യൂക്ലിയസ് മേ ബി സംതിങ് ലൈക്ക് സ്ഫെറിക്കൽ, ആക്ച്വൽ ന്യൂക്ലിയസ് ഇങ്ങനെ ആയിരിക്കാം. എന്നിട്ട് ഇതിന് ഉണ്ടാവുന്ന ഡീഫോർമേഷൻസ് ആണ്. ഡീഫോർമേഷൻസ് ഇറ്റ് ഹാസ്. ഓക്കെ, when it vibrates it may go or to some ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും അതിന് പിന്നെ ഡീഫോർമേഷൻസ് ഉണ്ടാവാം. ഓക്കെ, ശരി, വേണ്ട, ഡീഫോർമേഷൻ ഇത്ര ശരിയില്ല. Okay, so here you have some R. Okay, some R, maybe what we call some R average. Okay, and this ഈ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പോയിന്റ്സ് എന്ത് ചെയ്യാം, ഇതൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് ഡീഫോം ചെയ്തിട്ട് മാറാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് മേ ലോസ് ഇറ്റ്സ് സ്പെറിസിറ്റി, അതിൻ്റെ സ്പെറിസിറ്റി ഒക്കെ അതിന് പോവാം. ഓക്കെ,
സോ അങ്ങനെയുള്ള അതിൻ്റെ വാട്ട് ദ ഡീഫോർമേഷൻ ഓരോ ടൈമിൽ ഉണ്ടാകുന്ന ഡീഫോർമേഷനെ നമുക്ക് ഒരു സെപ്പറേറ്റ് ടേം വിച്ച് ഇൻക്ലൂഡ്സ് ദ സ്പെറിക്കൽ ഹാർമോണിക്സ്. കാരണം ഇവിടെയുള്ള വേറെ എല്ലാ ടേമുകളും ഒരു തീറ്റ ഫൈ ഡിപ്പെൻഡൻ്റ് ആയ ഫംഗ്ഷനാക്കി നമുക്ക് എഴുതാം. ഓക്കെ, ഏതെങ്കിലും ഒരു തീറ്റ ഫൈ ഡിപ്പെൻഡൻസ് ഇത് മൾട്ടിപ്ലൈഡ് ബൈ സം ഫംഗ്ഷൻ ഓഫ് ആർ ആക്കിയിട്ട് നമുക്ക് എഴുതാം. അങ്ങനെ എഴുതുന്ന അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അതിൻ്റെ ന്യൂക്ലിയർ വൈബ്രേഷൻ്റെ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഐ വിൽ റൈറ്റ് ദ എക്സ്പ്രഷൻ ആൻഡ് വി വിൽ ഡിസ്കസ് ഇറ്റ്. So this is R of t, right? So R of t, which is equal to some R average plus some spherical harmonics. ഇവിടെ എല്ലിന് പകരം ലാംഡയാണ് ഉപയോഗിക്കുന്നത്, ലാംഡ മ്യൂ ഓഫ് തീറ്റ ഫൈ. ഓക്കെ, multiplied by some amplitude term must be there, that is some a lambda mu, which is a function of time. Okay, so how many combinations can be possible? You have a large number of combinations can be possible. So that is we can have a summation of mu, which is from minus lambda to plus lambda, and a summation of lambda from which is always greater than or equal to 1, because lambda equal to 0 corresponds to the same the initial sphere. Okay, അപ്പം ഇത് ലാംഡയും മ്യൂ എന്ന് എഴുതിക്കുന്നത് പഴയ എല്ലിനെയും എമ്മിനെയും തന്നെയാണ്. സോ ഇഫ് യു ഹാവ് എൽ ഇസ് ഈക്വൽ ടു 1, യു ക്യാൻ ഹാവ് എം ഇസ് ഈക്വൽ ടു 1, എം ഇസ് ഈക്വൽ ടു 0 ആൻഡ് എം ഇസ് ഈക്വൽ ടു -1 എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ എന്ത്, ഇഫ് യു ഹാവ് ദിസ് lambda is equal to 1, then mu is equal to 1, 0, -1. So that's why mu is running from minus lambda to plus lambda, and lambda we kept from which is larger than 1. Okay, so then it definitely have some spherical harmonics term multiplied by some amplitude which depends on the time. So we can find the radius at an instantaneous time. So remember, if think at t equal to 0, then there will be no amplitude, and that will be the initially RT is, which is equal to some R average item R. Okay, so we പറയുന്നുണ്ട് the a lambda mu is not completely arbitrary, but the reflection symmetry requires that this quantity അതിൻ്റെ എം വാല്യൂവിനും മൈനസ് എം വാല്യൂവിനും അത് ഒരേപോലെ ഇരിക്കുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, സോ there is some reflection symmetry for a lambda mu, that is a lambda minus mu, which is equal to a lambda mu. Okay, സോ അതുകൊണ്ട് കുറച്ച് ടേംസ് നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വരും. ആൻഡ് ഇഫ് യു അസ്യൂം ദാറ്റ് ദ ഫ്ലൂയിഡ് ഇസ് ഇൻകംപ്രസിബിൾ, ദി കോൺസ്റ്റന്റ് ലാംഡ ഈക്വൽ ടു 0 ടേം ഇസ് ഇൻകോപ്പറേറ്റഡ് ഇൻ ടു ദിസ് ടേം. ഓക്കെ, ഇവിടെ ലാംഡ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഉള്ളൂ. ലാംഡ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എക്സാക്ട്ലി ദിസ് ആർ ആവറേജ്. ഓക്കെ, സോ ദെൻ പ്ലസ് വാട്ട് എവർ യു ആർ ഹാവിങ്. ഓക്കെ, ഇനി ഇതിൽ ഈ ലാംഡ ഈക്വൽ ടു 1, എൽ ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോലെയാണ് ലാംഡ ഈക്വൽ ടു 1. ഓക്കെ, ലാംഡ ഈക്വൽ ടു 1, 2, 3 ഒക്കെ എന്ത് തരം വൈബ്രേഷൻസ് ആണ്? ദീസ് ആർ ഓൾ ക്വാണ്ടൈസ്ഡ് വൈബ്രേഷൻ. ലൈക്ക് നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് അറിയാം, ദീസ് ആർ ഓൾ ക്വാണ്ടൈസ്ഡ് വാല്യൂസ്. ലാംഡ, മ്യൂ ആൻഡ് എവറിത്തിങ് ആർ ക്വാണ്ടൈസ്ഡ്. ഓക്കെ, സോ വി ഡോണ്ട് ഹാവ് കണ്ടിന്യൂസ് വൈബ്രേഷൻ. കണ്ടിന്യൂസ് വൈബ്രേഷൻ ഉണ്ടാവുന്നില്ല. ഓരോ വൈബ്രേഷനും ഓരോ മോഡ് ഓഫ് വൈബ്രേഷൻസ് ആണ്. ഓക്കെ, ലാംഡ ഈക്വൽ ടു 1 ഒരു വൈബ്രേഷൻ, ലാംഡ ഈക്വൽ ടു 2 ഒരു വൈബ്രേഷൻ, സോ ആൻഡ് സോ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ആ വൈബ്രേഷൻസ് എന്നാണ് നമ്മൾ ഇനി നെക്സ്റ്റിൽ നോക്കുന്നത്. So this is called lambda equal to 1. Lambda equal to 1. We call it's a dipole vibration. This is called a dipole vibration, which is shown in figure 5.18. Maybe I can draw that. So this is the actual, maybe the other one is shifted by some other
ടെക്സ്റ്റിലുണ്ട്. Okay, so this is for lambda is equal to 1. Okay, then we have a lambda equal to 2, which corresponds to the quadrupole vibration. Quadrupole vibration എന്ന് പറയുന്നത്, this is something like we have this here and it is somewhat elongated into both sides. Okay, so this is for lambda which is equal to 2, and similarly you have a lambda equal to 3. This is what we call an octapole vibration. അപ്പോൾ എങ്ങനെ ഇരിക്കും? ഒരു 3 സ്ഥലത്തേക്ക് ഇതിൻ്റെ ഡീഫോർമേഷൻസ് വരും. ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് ഓക്കെ. സോ ദിസ് ഈസ് ഈക്വൽ ടു ലാംഡ ഈക്വൽ 3. ഇത് ടെക്സ്റ്റിലുണ്ട്. ടെക്സ്റ്റിലെ ഫിഗർ 5.18 ആണ് എഴുതിയിരിക്കുന്നത്. So I will read this. This is the lowest 3 vibrational modes of nucleus. This is the 3 lowest vibrational modes of nucleus. The drawings represents a slice through the midplane. Okay, ഇത് ശരിക്കും ഒരു സ്ഫിയറിക്കൽ ആണ്. നമ്മൾ അതിൻ്റെ സ്ലൈസിങ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. The dashed lines show the spherical equilibrium shape. Here the yellow shows the spherical equilibrium shape, and the dashed lines shows the instantaneous view of the vibrating surface. ടെക്സ്റ്റിൽ നേരെ തിരിച്ചാണ്. ടെക്സ്റ്റിൽ ഡാഷ്ഡിനെ അവർ എന്താ പറയുക ഇക്വിലിബ്രിയം ആയിട്ടും മറ്റേനെയാണ് നമ്മൾ നേരെ തിരിച്ചാണ് വരച്ചത്. യെല്ലോ ആണ് ഇവിടുത്തെ എൻ്റെ ഇക്വിലിബ്രിയം, ആൻഡ് ദി ഡാഷ്ഡ് ആർ ദി ഇൻസ്റ്റൻറ്റേനിയസ് വൈബ്രേഷൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ലാംഡ ഈക്വൽ ടു 1 വൈബ്രേഷൻ ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹൗ മെനി മ്യൂ വാല്യൂസ് ആർ പോസിബിൾ ഫോർ ദിസ്? വി ഹാവ് 3 മ്യൂ വാല്യൂസ് ആർ പോസിബിൾ അല്ലേ? മ്യൂ ഈസ് ഈക്വൽ ടു 0 ആവാം, mu is equal to 1 ആവാം, mu equal to -1 ആവാം. ഓക്കെ, സോ ലാംഡ ഈക്വൽ ടു 2 you have a mu equal to 2, mu equal to 1, mu equal to 0, mu equal to -1, and mu equal to -2. So for lambda equal to 3 you have 7. So that is the possible mu values for this segment. Yeah, the possible mu values for this particular vibration. ഇതിൽ there is a terminology for that. Quantum, I mean electromagnetic ആണെങ്കിൽ നമ്മുടെ വൈബ്രേഷൻ നമ്മൾ സാധാരണ പറയാം വൈബ്രേഷണൽ എനർജി, quantized energy is what we call a photon. So here the vibrational energy, the quantum of the vibrational energy is a unit of the vibrational energy is what we called a phonon. Okay, so whenever we produce a mechanical vibrations, we can equivalently say that we are producing vibrational phonons. So a single unit of lambda equal to 2 nuclear vibration is thus a quadrupole phonon. അപ്പോൾ ഓരോ വൈബ്രേഷനിലും ഈ എക്സൈറ്റേഷൻ ഡി എക്സൈറ്റേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓരോ ഫോണോൺസ് ആണ്. സോ ഐ വിൽ റൈറ്റ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഹിയർ. സോ whenever we produce mechanical vibrations, we can equivalently say that we are producing vibrational phonons. Producing vibrational phonons. Okay, so that is we can have a dipole phonon, a quadrupole phonon, or octupole phonon, depends on the value of lambda.
Okay, lambda equal to 1 ആണെങ്കിൽ you can have a dipole phonon. Okay, lambda equal to 2 ആണെങ്കിൽ you can have a quadrupole phonon. So on and so forth. Okay, so let us consider the effect of adding 1 unit of vibrational energy to the maybe a quadrupole phonon to the 2 units. Okay, ഒരു സെക്കൻഡ്. ഓക്കെ, അതിൽ എന്തുകൊണ്ടാണ് ലാംഡ ഈക്വൽ ടു 1 ഒഴിവാക്കുന്ന കാര്യം പറയുന്നുണ്ട്, അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. A typical lambda equal to 1 vibration, of course is called a dipole vibration, which results from a dipole phonon, is shown in figure 5.18 നമ്മൾ നേരത്തെ കണ്ടു. Notice that this gives a net displacement of the center of the mass and therefore cannot result from action of internal nuclear forces. Okay, അതായത് ഇതിന് ഒരു ഡീഫോർമേഷൻ ഒന്നും സംഭവിക്കുന്നില്ല ഈ ഒരു ലാംഡ ഈക്വൽ ടു 1 വൈബ്രേഷൻ കാരണം. അതെന്താ ഉണ്ടാവുന്നത്, ഇതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന സെൻറ്റർ അല്ലെങ്കിൽ റേഡിയസ് എന്നുള്ളത് മാറിയിട്ട് ഇവിടേക്ക് മാറി എന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് ജസ്റ്റ് എ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്. Okay, you cannot consider any kind of a deformation in lambda equal to 1. ലാംഡ ഈക്വൽ ടു 1 നിങ്ങൾക്ക് ഒരു ഡീഫോർമേഷൻ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ you cannot consider this is a result from the action of internal nuclear forces. Okay, ഞാൻ പറയാം. So lambda equal to 1 it's just a displacement, so cannot consider as a result of the nuclear forces. Okay, so we avoid this lambda equal to 1 vibration for the moment, and we consider the next lowest mode as the lambda equal to 2, which is the quadrupole phonons. Okay, quadrupole vibration ആണ് എടുക്കുന്നത്. Okay, അതിൽ so let us consider the effect of adding 1 unit of such a quadrupole phonon to the ground state. Okay, suppose you have a ground state, that is ground state must be some 0 plus. Okay, and you are adding a quadrupole phonon. Okay, quadrupole phonon. So what happens to this? A quadrupole phonon carries 2 units of angular momentum. Okay, it carries 2 units of angular momentum. So I will write it carries two units of angular momentum. So this 0 plus definitely will be shifted to 0 എന്നുള്ളത് angular momentum, അത് 2 units കൂടുന്ന സമയത്ത് there will be some 2 plus. 0 will be gives only a 2 plus state. Okay, so this is in exact agreement with the observed spin parity of first excited states of a spherical E1 Z E1 N nuclei. Okay, ഇനി ഇതല്ലാതെ ഇതിപ്പോൾ ഒരു ഫോണോൺ അബ്സോർബ് ചെയ്ത സമയത്താണ്. ഓക്കെ, instead of that, suppose we now add a second quadrupole phonon. ഇതല്ലാതെ നമ്മൾ ഒരു quadrupole phonon ആഡ് ചെയ്ത സമയത്ത് it's fine. Okay, so but what happens if we add a second quadrupole phonon. Okay, the second quadrupole phonon add ചെയ്ത സമയത്ത് you have to add these angular momentums. ഇതിൽ പല angular momentum combinations വരാം, പല angular momentum combinations വരാം. അതിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. If there is only one quadrupole phonon, then you can have only one state, then 0 plus to 2 plus. But if you have another one,
having the same 2, then there will be some different combinations of the z values and all. അതിൻ്റെ ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, അതായത് ഫോർ രണ്ടിനും ലാംഡ എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? ലാംഡ ഇസ് ഈക്വൽ ടു, ഹിയർ ആൾസോ ലാംഡ ഇസ് ഈക്വൽ ടു 2. സോ സിൻസ് ലാംഡ ഈക്വൽ ടു 2, we can have different mu values അല്ലേ. ഇതിനെ ലാംഡ 1 എന്ന് വിളിച്ചു, ഇതിനെ ലാംഡ 2 എന്ന് വിളിച്ചു. So I can have mu1 have different values. mu1 എന്തൊക്കെയാവാം? mu1 can be -2, mu1 can be -1, mu1 can be 0, mu1 can be 1, mu1 can be 2. Okay, so here also there is mu2 can be different values. mu2 can be -2, mu2 can be -1, mu2 can be 0, mu2 can be 1, and mu2 can be 2. Okay, so now we check the corresponding angular momentum additions. See, let us see what happens. Okay, so you have a different combinations here. ഓക്കെ, ഒന്ന് ഫിൽ ചെയ്ത് നോക്കി. ഇതിൻ്റെയൊക്കെ അഡീഷൻ, അതിൻ്റെ അഡീഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയായിട്ട് വരും? സോ യു ഹാവ് -2 and -2, you have a -4 here. This will be -3, this will be -2, this will be -1, and this will be 0. Okay, അതുപോലെ എല്ലാം ഫിൽ ചെയ്തേ. So you have this should be -3, this should be -2, this should be -1, this should be 0, this should be +1. Okay, have -2, -1, 0, 1, 2, -1, 0, 1, 2, and 3, 0, 1, 2, 3, and 4. Okay, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, so if you are a +4 or a -4, okay, so suppose this angular momentum addition, suppose it is a mu equal to 4, that is the resultant, then you have only one combination for that. 4 ന് നിങ്ങൾക്ക് ഒരു കോമ്പിനേഷൻ ഉള്ളത് എന്താണ്? mu1 equal to 2 and mu2 equal to 2. Okay, so അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. Let us try to examine the resulting sums. There is only one possible combination with the total mu equal to 4. So it is natural to associate with the transfer of 4 units of angular momentum. Okay, so that is one. Suppose so this kind of a transformation എന്ന് പറയുന്നത് 2 units of ഒരു ലാംഡ ഈക്വൽ ടു 2 വേറൊരു ലാംഡ ഈക്വൽ ടു 2 കൂടിയുള്ള 2 ഫോണോണിൻ്റെ വൈബ്രേഷൻ എനർജി ആഡ് ചെയ്തിട്ടാണ് നമുക്ക് 4 units of angular momentum കിട്ടുക. Okay, suppose it is 3. Okay, suppose there are 2 combinations with mu equal to 3. 3 ആണെങ്കിൽ എത്ര കോമ്പിനേഷൻ ഉണ്ട്? 3 വരുന്ന 2 കോമ്പിനേഷൻ ഉണ്ട്. ഇതുമുണ്ട്, ഇതുമുണ്ട് അല്ലേ? ഏതൊക്കെയാണ് ആ 3 വരുന്ന 2 കോമ്പിനേഷൻ? 3 വരുന്ന 2 കോമ്പിനേഷൻ എന്ന് പറയുന്നത്, യു ക്യാൻ ഹാവ് ഐദർ mu1 equal to 2 or mu2 equal to 1, or mu1 equal to 1 or mu2 equal to 2. Okay, so these 2 combinations will result in 3. Okay, however we make the proper symmetric combinations of the phonon wave functions, so only one combination appear. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ രണ്ടെണ്ണത്തിൻ്റെ ഒരു എന്തുണ്ടാക്കും? ഒരു സിമെട്രിക് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഉണ്ടാക്കും. സിമെട്രിക് ആയിട്ടുള്ള കോമ്പിനേഷൻസ്, ദാറ്റ് സിമെട്രിക് കോമ്പിനേഷൻ വിൽ ബി സംതിങ് ലൈക്ക്, ഞാൻ അപ്പുറത്തെ പേജിൽ എഴുതാം, ഏകദേശം ഇങ്ങനെയായിരിക്കും. ദാറ്റ് ഈസ് ദിസ് psi വിൽ ബി സം 1/√2, or some psi 1 2 psi 2 1 plus not psi 1, ഇത്ര എഴുതിയാൽ മതി. psi 1 2 plus some psi 2 1. Okay, so what I mean by 1 and 2, this is the mu1 and
mu2. This also mu1 and mu2. ഞാനിത് ടെക്സ്റ്റിലില്ല, ഞാൻ റഫായിട്ട് what I mean by a symmetric combination എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. സോ the whole together this psi will corresponds to a total angular momentum of 3 എന്ന് പറയുന്ന angular momentum psi തന്നെ എഴുതണമെന്നൊന്നുമില്ല കേട്ടോ, whatever be the wave function. Okay, so that leads to some symmetric combinations എന്നാണ് പറയുന്നത്. Okay, ഇനി what happens if mu equal to 2 ആണെങ്കിൽ എത്ര കോമ്പിനേഷൻസ് ഉണ്ടോ? mu equal to 2 ആണെങ്കിൽ you have this one, you have this one, you have this one. Okay, mu equal to 2 നമുക്ക് ഇത്രയും കോമ്പിനേഷൻസ് ഉണ്ട്. Okay, so that can be either 2 and 0, or you can have 1 and 1, or 0 and 2. Okay, sorry, second. ഓക്കെ, അപ്പം നമ്മൾ അടുത്തത് പറഞ്ഞത് എന്താണ്? mu equal to 2 ആണ്. mu equal to 2 ആണ്. ആ 2-ൽ നമുക്ക് പറയാനുള്ള എന്ന് പറയുന്നത് എന്തൊക്കെയാവാം? You can have a 2 1, you can have a 1 2, and you can have a sorry 2-ൽ പറയാനുള്ളത് you have 2 0, you can have a 0 2, and you can have a 1 1. ഓക്കെ, അതിൽ ഈ പറഞ്ഞ ഈ രണ്ടെണ്ണത്തിന് എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് അതിൻ്റെ ഈ 0 1-ൻ്റെയും 0 2-ൻ്റെയും 2 0-യുടെയും സിമെട്രിക് കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാം. ആൻഡ് ദിസ് ഈസ് ഓൾറെഡി സിമെട്രിക്. ദിസ് ഇസ് 1 1. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി സിമെട്രിക്. അപ്പോൾ അങ്ങനെ ഇപ്പം നേരത്തെ പറഞ്ഞാൽ നമുക്ക് എത്ര ഡിഫറെൻറ്റ് കോമ്പിനേഷൻ കിട്ടി? 1 2 3 4 5 25 കോമ്പിനേഷൻസ് ഉണ്ട് അതിൽ. യു ക്യാൻ സെറ്റ് ദിസ് വിൽ ബി, ചിലതൊക്കെ സിമെട്രിക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ദ ഫൈനൽ വൺ വിൽ ബി ഓൺലി യു ഹാവ് ഓക്കെ. സോ ഔട്ട് ഓഫ് ദിസ് 25 കോമ്പിനേഷൻസ് you will have only 15 possible allowed combinations. Possible allowed combinations. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് 1 2 3 4 5 6 7 8 9 10 11 12 13 15 ആ 15 കോമ്പിനേഷൻസിൽ വരുന്ന ന്യൂ വാല്യൂസിനെയാണ് നമ്മളിവിടെ ഞാൻ എഴുതാൻ വേണ്ടി പോകുന്നത് അടുത്തത്. ഓക്കെ, സോ ദാറ്റ് ഈസ് സം ന്യൂ വാല്യൂസ് വിത്ത് സം +4, സം +3, സം +2, 1 0, -1, -2, -3 and -4. ഓക്കെ, ഞാനിങ്ങനെ ക്ലബ് ചെയ്യുന്നതിന് റീസൺ ഉണ്ട്, ഞാൻ പറയാം. അടുത്തത് യു ഹാവ് 2 1 0 -1 and -2, and you have mu is equal to 0. നോക്കൂ, ഇത് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 എണ്ണം. ഓക്കെ, ഇവിടെ എത്ര ഉണ്ടായിരുന്നു? 25 എണ്ണം.
ആരാണ് മിസ്സായ ആ 10 എന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇവിടെ ഞാൻ എഴുതിയത് ഐ ഹാവ് 20 ഓൺലി 15 കമ്പൈൻഡ് ന്യൂ വാല്യൂസ് ഞാൻ എഴുതിയിട്ടുള്ളൂ. 25 വാല്യൂസ് ഇല്ലല്ലോ. 25 അതിനകത്ത് പലത് റിപ്പീറ്റ് അല്ലേ, ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് അല്ലല്ലോ. വാല്യൂസ് എന്ന് പറഞ്ഞാൽ അതല്ല, ഇത്രയും കോമ്പിനേഷൻസ് ഉണ്ട്, 25 കോമ്പിനേഷൻസ് ഉണ്ട്. ആ 25 കോമ്പിനേഷനിൽ വാല്യൂ മാത്രമല്ല ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. വാല്യൂ നോക്കുകയാണെങ്കിൽ അവിടെ 4, 3, 2, 1, 0, -1, -2, -3, -4 അങ്ങനെ 9 വാല്യൂ അവിടെ ഉള്ളൂ. 9 അല്ല, നമ്മളിവിടെ 15 എണ്ണം എടുത്തു. ഓക്കെ, ആ 15 എണ്ണം എടുക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന പല അലൗഡ് കോമ്പിനേഷനിലെ പലതിനെയും നമ്മൾ സിമെട്രിക് ആക്കി, പലതിനെയും അങ്ങനെ സ്കിപ്പ് ചെയ്തിട്ടാണ്. അതിൽ 15 എണ്ണത്തിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെയും റിപ്പീറ്റേഷൻ ഉണ്ട്, ഇതിലും ഇപ്പൊ റിപ്പീറ്റേഷൻസ് ഉണ്ട്. ബിക്കോസ് സി ലുക്കിംഗ് ഹിയർ, ദിസ് ഇസ് യു ഹാവ് എ 0 ഹിയർ, യു ഹാവ് എ 0 ഹിയർ ആൻഡ് യു ഹാവ് എ 0 ഹിയർ. കണ്ടോ? -1 ഉണ്ട്, -1 ഇവിടെ ഉണ്ട്, -2 ഉണ്ട്, -2 ഉണ്ട്. You have 1 here and 1 here, 2 here and 2 here. ഓക്കെ, അപ്പോൾ അങ്ങനെ അതിലത്തെ ഏറ്റവും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വാല്യൂസിനെ മാത്രമല്ല എടുക്കുന്നത്, ഇങ്ങനത്തെ കോമ്പിനേഷൻസിനാണ് എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്ന കോമ്പിനേഷൻസിനെ നമ്മൾ ചൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഞാൻ അതിനെ ശരിക്കും ഇങ്ങനെ എഴുതണമെന്നില്ല, ഞാനിങ്ങനെ വെറുതെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇങ്ങനെയാണ് എഴുതുക. 4, 3, 2, 1, 2, 1 അങ്ങനെ എഴുതി 15 എണ്ണം എഴുതി. ആ 15 എണ്ണത്തിന് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇതൊന്ന് പെട്ടെന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. എന്താണ്? This definitely should corresponds to some L value which is 4. ആ Lന്റെ ഡിഫറെൻറ്റ് M പോസിബിലിറ്റീസ് ആണ് എഴുതിയിരിക്കുന്നത്, -4 to +4. അപ്പോൾ ഇതാരായിരിക്കും? L is equal to 2ന്റെ ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ആയിരിക്കും. ഇതാരായിരിക്കും? L is equal to 1ന്റെ L equal to 0യുടെ ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ആയിരിക്കും. ഓക്കെ, so indeed what you understood, there is actually no L equal to 1 state, combined state is missing here. Okay, some L equal to 1 is missing, as well as some L equal to 3 is missing. Only the even states appear, even L values are appear here. Okay, so that is because of the symmetric combinations and the triplet states with of the natural addition of this triplet states. അതൊക്കെ ട്രിപ്ലെറ്റ് സ്റ്റേറ്റ്സ് മാത്രമാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഈ വരുന്നതെല്ലാം ട്രിപ്ലെറ്റ് സ്റ്റേറ്റ്സ് ആണ് വിത്ത് സ്പിൻസ്. ദാറ്റ് ഈസ് എത്രയാണ് ഇതിൻ്റെയൊക്കെ സ്പിൻ എന്ന് പറയുന്നത്? ദിസ് ഇസ് 0+, ദിസ് ഇസ് 2+, ആൻഡ് ദിസ് ഇസ് 4+. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി ന്യൂക്ലിയർ വൈബ്രേഷനിൽ പറയാനുള്ളത്. ഇങ്ങനത്തെ വൈബ്രേഷണൽ എനർജീസ്. അപ്പോൾ യു ക്യാൻ ഹാവ് എ 4+ എന്ന് പറയുന്ന ഒരു ഫോണോൺ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിലേക്ക് പോവാം, അല്ലെങ്കിൽ 2+ കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്തുകൊണ്ട് 0യിൽ നിന്ന് നിങ്ങൾ 2+ലേക്ക് പോകുന്നു. ഇഫ് യു ആർ ഗെറ്റിംഗ് അനദർ 2+, യു ആർ ഗോയിങ് ടു 4+ ആൻഡ് ഓൾ. അതിൻ്റെ ഹയർ സ്റ്റേറ്റ്സ് ഇതിലും കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് ഇത്രയും മാത്രം എഴുതിയാൽ മതി. L equal to 0, L equal to 2, L equal to 4. ഓക്കെ, ഓക്കെ. ഇനി ഇതേപോലെ നമുക്ക് ന്യൂക്ലിയർ വൈബ്രേഷൻ കൂടെ എഴുതാം. ദാറ്റ് ഈസ് ഓക്കെ, okay. So next we discuss about the nuclear rotations. Nuclear rotations.
സോ ഇതിൽ ആദ്യം പറയുന്നത് റൊട്ടേഷണൽ മോഷൻ ക്യാൻ ബി ഒബ്സർവ്ഡ് ഓൺലി ഇൻ ന്യൂക്ലിയൈ വിത്ത് എ നോൺ സ്പെറിക്കൽ ഇക്വിലിബ്രിയം ഷേപ്സ്. അത് എഴുതി വയ്ക്കാം. ദാറ്റ് ഈസ് റൊട്ടേഷണൽ മോഷൻ can be observed only in nuclei with non-spherical equilibrium. With non-spherical equilibrium shapes. Non-spherical equilibrium shapes. Okay. So അത് പറയുന്നത് എന്ന് പറയുന്നത് ഓഫ് മാസ് നമ്പർ വിച്ച് ഇസ് ലാർജർ ദാൻ 150 to 190 റേഞ്ചിലുള്ളവർക്കാണ് ഇത് സാധാരണ സംഭവിക്കുക. സോ സം എ ഈസ് ഇൻ ബിറ്റ്വീൻ സം 150 to 190. ഓക്കെ. സോ ഡെഫിനറ്റ്ലി ദിസ് ഈസ് എ ലാർജ് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്. കാരണം തന്നെ ഈ ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ ബൈൻഡിങ് എന്ന് പറയുന്നത് കുറച്ച് ഡീഫോർംഡ് ആവാൻ വേണ്ടി തുടങ്ങും. ആ ഡീഫോർമേഷനിൽ നിന്നാണ് ഈ പറയുന്ന ഇതിൻ്റെ സ്ഫെറിസിറ്റി അതിൻ്റെ നഷ്ടം വരുന്നത്. സ്ഫെറിസിറ്റി നഷ്ടം വരുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അതിന് എന്തുണ്ടായിരിക്കും, ഒരു നോൺ സീറോ ക്വാഡ്രപ്പിൾ മൊമെൻ്റ് ഉണ്ടായിരിക്കും. സോ ദിസ് ആർ ഓൾ റിലേറ്റഡ്. ദ ഡീഫോർമേഷൻ ആൻഡ് ദി ക്വാഡ്രപ്പിൾ മൊമെൻറ്റ്സ് ആർ റിലേറ്റഡ്. ഓക്കെ. പറയുന്നത് എങ്ങനെയാണ്, ദ ഫിഗർ ഷോഡ് ദാറ്റ് ദ ഓഡ് മാസ് ന്യൂക്ലിയൈ ഇൻ ദിസ് റീജിയൻസ് ഹാവ് ആൾസോ ക്വാഡ്രപ്പിൾ മൊമെൻറ്റ്സ് ദാറ്റ് ആർ അൺഎക്സ്പെക്റ്റഡ്ലി ലാർജ്. ഓക്കെ. അപ്പം അതിൻ്റെ ഈ ഷേപ്പ്, ഈ വാരിയേഷൻ ഷേപ്പ് നമുക്ക് മേ ബി 2 ടൈപ്സിലാണ് ഇതിൻ്റെ വൈബ്രേഷൻസ് വരിക. ഐദർ ഇറ്റ് കുഡ് ബി എൻ എലിപ്സോയിഡ് ഓഫ് an oblate shape or a prolate shape. നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും അതിൻ്റെ ഷേപ്സ് ഒബ്ലേറ്റ് ആണോ പ്രൊലേറ്റ് ആണോ എന്നൊക്കെ എങ്ങനെയാണ് നോക്കുക. ഓക്കെ. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ട് വി വിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ റൈറ്റ് ആൻ ഇക്വേഷൻ ആൻഡ് വി വിൽ ഡിസ്കസ് ഇറ്റ്സ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. 1 second. Okay, so the expression is again r as a function of theta and phi because of this is a rotating parameter. So this is something r average multiplied by some 1 plus beta into y 20 of theta phi. Actually I don't understand why is 2 is there. Okay, അവർ പറയുന്നത് എങ്ങനെയാണ്, a common representation of the shape of this nuclei is that an ellipsoid of revolution in figure 5.20 എന്നാണ്. 5.20 നമ്മൾ എലിപ്സോയിഡ് കൊടുത്തിട്ടുണ്ട്. ആ എലിപ്സോയിഡിനെ മാത്രം അപ്പം അത് ഇങ്ങനെയാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു എലിപ്സോയിഡ് ആയിട്ടാണ് നമ്മൾ ന്യൂക്ലിയസിന് പറയുന്നത്. ഇതിനെ നമ്മൾ ഒബ്ലേറ്റ് ഷേപ്പ് എന്ന് വിളിക്കും. അതിന് പകരം അത് നേരെ തിരിച്ച്, ഇപ്പോൾ ഇതിങ്ങനെ പരന്നത് ഇങ്ങനെയാണ്, മറ്റേ ഡയറക്ഷനിലാണ് നിങ്ങൾ പരക്കുന്നതെങ്കിൽ maybe in this direction you call it an oblate. This is a prolate shape. This is an oblate shape. നിങ്ങൾ ആ ടെക്സ്റ്റിൽ ഒന്ന് നോക്കണേ. ടെക്സ്റ്റിൻ്റെ ഫിഗർ ഐ ആം ടോക്കിംഗ് അബൌട്ട് ഫിഗർ 5.20. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു പെർട്ടിക്കുലർ എലിപ്സോയിഡ്, ഇങ്ങനെ ഒരു എലിപ്സോയിഡ് മാത്രം ആവണമെന്നില്ല, പലതും ആവാം. ഒരു പെർട്ടിക്കുലർ എലിപ്സോയിഡിൻ്റെ ഒരു എക്സ്പ്രഷൻ എഴുതുകയാണെങ്കിലാണ് നമുക്ക് ഇവിടെ ഈ 20 വാല്യൂ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. 20 value fix ചെയ്യുന്നത്. It's because maybe there is a phi symmetry. There's phi symmetry here. So is this m value 0 ആവുന്ന സമയത്ത് definitely you will remove the phi dependence from this. ഇതിന് ആരെ പോകും, ഇതിൻ്റെ phi dependence
cancel ആയി പോകും. So which is independent of phi and therefore gives a nuclear a cylindrical symmetry for this nucleus. Okay. അപ്പോൾ ഇത് ഒരിക്കലും ഒരു ജനറൽ എക്സ്പ്രഷൻ അല്ല, ഒരു പർട്ടിക്കുലർ എലിപ്സോയിഡ് എന്ന് പറയുന്ന ഷേപ്പിൻ്റെ എക്സ്പ്രഷനാണ്. മേ ബി എന്തുകൊണ്ട് ക്രെയിൻ അത് പറയുന്നില്ല, ജസ്റ്റ് ലൈക്ക് ഇൻ ദ പ്രീവിയസ് എക്സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് മേ ബി ഇറ്റ് വിൽ ബി ലിറ്റിൽ ബിറ്റ് മോർ കോംപ്ലിക്കേറ്റഡ്. ഐ മീൻ ഇഫ് യു ആർ ഹാവിങ് എൻ ആർബിട്രറി തീറ്റ ആൻഡ് ആർബിട്രറി ഫൈ. ഓക്കെ, ഇനി ബീറ്റ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീറ്റ ഈസ് വാട്ട് വി കോൾ എ ഡിഫോർമേഷൻ പാരാമീറ്റർ. ബീറ്റ ഈസ് വാട്ട് വി കോൾ a deformation parameter. Deformation parameter. Okay, and the deformation parameter is defined as beta, which is equal to, okay, it is something like a delta r over r average. Delta r over r average. എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ആർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ എലിപ്സ് അല്ലേ, അപ്പോൾ എലിപ്സിൻ്റെ എന്താ പറയുക, സെമി മേജർ ആക്സിസിൻ്റെയും സെമി മൈനർ ആക്സിസിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഡെൽറ്റ ആർ എന്ന് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഡെൽറ്റ ആർ ആക്ച്വലി ദ ഡിഫറൻസ് ബിറ്റ്വീൻ, സോ ദർ ഷുഡ് ബി സം ഡിഫറൻസ് ഇൻ ദീസ് ടു അല്ലേ. ഇതിൻ്റെ സെമി മേജർ ആക്സിസും മൈനർ ആക്സിസും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനെ ഡിഫറൻസ് ഇല്ലെന്ന് വെക്കാം. അങ്ങനെ ഡിഫറൻസ് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ദാറ്റ് വിൽ ബി സം സ്പെറിക്കൽ ന്യൂക്ലിയൈ, and that spherical nuclei, then delta r equal to 0, then beta equal to 0, then r equal to r average simply. അപ്പോൾ ബീറ്റ എന്താവും, 0 ആയി പോകും. ഓക്കെ, സോ ഇതിന് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ദാറ്റ് ഈസ് സം 4/3 square root of pi upon 5. Okay, so just remember beta is equal to delta r over r average, and delta r is the difference between the semi major and semi minor axis. I will write it in the next page. എഴുതാം. The deformation parameter beta, which is some delta r by r average, and this delta r is the difference between semi major and semi minor axis, between semi major and semi minor axis. Okay, and we call this something like if beta is larger than 0, the nucleus is what we call a prolate ellipsoid, and if beta which is smaller than 0, we call it an oblate ellipsoid. Okay, so straight away ഇതിൽ നമ്മൾ പറയുന്നതിൻ്റെ കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത് ഈ സാധനം കുറേ അധികം ഉണ്ട്. നമ്മൾ ഇത്രയും കൂടെ എഴുതിയിട്ട് നമ്മളിത് അവസാനിപ്പിക്കും റൊട്ടേഷൻ. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബീറ്റ നിങ്ങൾക്ക് അറിയാമെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ഫൈൻഡ് ദി ക്വാഡ്രപ്പിൾ മൊമെൻറ്റ്. ചിലപ്പോൾ പ്രോബ്ലം ആയിട്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇഫ് യു നോ ബീറ്റ യു ക്യാൻ കാൽക്കുലേറ്റ് ദ ക്വാഡ്രപ്പിൾ മൊമെൻറ്റ് Q is 0, which is ആദ്യമായി പ്രൊപ്പോർഷണൽ ടു എഴുതാം. ദാറ്റ് ഈസ് സം R average square into Z into beta into 1 plus 0.16 beta. Okay, Z is the number of protons. Okay, R average നമുക്ക് അറിയുണ്ടാവും. അപ്പോൾ ന്യൂക്ലിയസ് തന്നിട്ട് ആ ന്യൂക്ലിയസിൻ്റെ ഡിഫോർമേഷൻ പാരാമീറ്റർ അറിയാമെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, Q0 കണ്ടുപിടിക്കാം. ആൻഡ് ഐ വിൽ ആൾസോ റൈറ്റ് ദിസ് ഇക്വാലിറ്റി ഹിയർ, ദാറ്റ് ഈസ് സംതിങ് ലൈക്ക് 3 upon square root of root 5 pi. Okay, okay. സോ ഇതാണ് ബേസിക്കലി നമ്മൾ എന്തിൽ പഠിക്കുന്നത്, ന്യൂക്ലിയർ വൈബ്രേഷനിൽ പഠിക്കുന്നത്. ഓക്കെ,
വേണമെങ്കിൽ ഇതിൻ്റെ വൈബ്രേഷണൽ എനർജി ലെവൽസിനെ കുറിച്ച് പഠിക്കണമെന്ന് നോക്കട്ടെ. തൽക്കാലം സാധാരണ ഇത്ര എഴുതാറുള്ളൂ. ഓക്കെ, ഓഫ് കോഴ്സ് വൈബ്രേഷൻ ഇതുപോലത്തെ ക്വാണ്ടൈസ്ഡ് വൈബ്രേഷൻ ആയതുകൊണ്ട് നമുക്ക് നമ്മളിപ്പോൾ ഇവിടെ ഒരു 2-0 പറ്റി മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ജനറൽ എക്സ്പ്രഷൻ എഴുതിയാൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഒരു ക്വാണ്ടൈസേഷനെ കുറിച്ചിട്ട് നമുക്ക് ഇവിടെ പറയാൻ വേണ്ടി പറ്റുള്ളൂ, ഒരു ക്വാണ്ടൈസേഷനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ജനറൽ എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് ഹാവ് എ ക്വാണ്ടൈസ്ഡ് എക്സ്പ്രഷൻ ഫോർ ദിസ് വൈബ്രേഷണൽ എനർജി ലെവൽസ്. വൈബ്രേഷൻ അല്ല, റൊട്ടേഷണൽ എനർജി ലെവൽസ് ഉണ്ടാവും. ആ റൊട്ടേഷണൽ എനർജി ലെവൽസ് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് എന്താ പറയുക, എന്താ പറയുക, certainly looks like the vibration energy levels you study in spectroscopy. സ്പെക്ട്രോസ്കോപ്പിയിൽ പഠിക്കുന്ന വൈബ്രേഷൻ എനർജി ലെവൽസിനോട് സിമിലർ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻസ് നമുക്കിതിന് കിട്ടും. ഞാൻ ഐ വിൽ ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് വെദർ അത് പഠിക്കണോ പഠിക്കേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയാം. ഓക്കെ, എന്തായാലും ഇതാണ് ന്യൂക്ലിയർ വൈബ്രേഷൻ ആൻഡ് ന്യൂക്ലിയർ റൊട്ടേഷൻ. സാധാരണ ചോദിക്കുന്നതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ വൈബ്രേഷനിൽ നമ്മൾ we discussed different angular momentum phonons, okay, and the possible combinations of mu's, so that you have some L equal to 0, L equal to 2 and 4. And in rotation we discussed the equation of the radius for some 2, 0 and the oblate and prolate ellipsoids with a deformation parameter which can be used to find the quadrupole moment of this nucleus. Okay, തൽക്കാലം നിർത്തട്ടെ. കുട്ടികളെ ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു.